ഞാനിന്ന് നിൽക്കുന്നത് അൽ റഹീബ് ഡാം. ഫുജിറയിലാണ് ഈ ഡാം ഉള്ളത്. 2002 പണിഞ്ഞൊരു അൽ റഹീബ് ഡാം. നമ്മുടെ ഡിബ്ബ കഴിഞ്ഞിട്ട് ധട്ന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഫുജിറയിൽ. അവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡാം കാണുന്നത്. ഈ ഡാം മാത്രമല്ല, ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറേ കാഴ്ചകളുണ്ട്. ആദ്യം നമുക്ക് ഡാമിലെ കാഴ്ചകൾ കാണാം. ഈ ഒരു ഡാമിന് വേറെ ഒരു പേരും കൂടെ ഉണ്ട്. വാദി സിക്ത് ഡാം എന്നാണ് വേറൊരു പേര് വന്നിട്ട്. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ ഈ ബോർഡിലൊക്കെ റഹീബ് ഡാം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ വെള്ളം കുറച്ച് കൂടുതലാണ് കേട്ടോ. വെള്ളം നല്ല ശക്തിയായിട്ട് തിരയടിക്കത്തില്ലേ, അതേ ഒരു സൗണ്ടിലാണ് ഇവിടെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാറ്റൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് 19-ാം തീയതി സൺഡേ ആണ് കേട്ടോ. ഇപ്പം ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ധട്ന എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഫാമുകളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു ഡാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുക. നമ്മൾ ഡാമിൽ വന്നതിന് ശേഷം നേരെ പോവുക. ഒരു ഏകദേശം 1 കിലോമീറ്ററോളം ഈ റോഡിൽ കൂടി നേരെ തന്നെ പോവുക. അപ്പം നമ്മുടെ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയി എന്നുള്ളതിൻ്റെ അടയാളമാണിത്. താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അരുവി പോലെ കാണാൻ പറ്റും കേട്ടോ. ഇത് അങ്ങോട്ട് വരുന്ന വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങനെ റോഡിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. താറാവും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കി, താറാവും ഒക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിയുമ്പോഴേ കുറേ ഫാമുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ കയറി വിസിറ്റ് ചെയ്യാം. കൂടാതെ ആടിൻ്റെ കൃഷിയൊക്കെ കാണുകയുണ്ടായി. ഞങ്ങൾ വന്ന നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു. ഈ അരുവിയിൽ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു അരുവി ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ആ ഡാമിൽ നിന്ന് നേരെ വന്നപ്പോൾ ഒരു ടീ റോഡ് വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു അരുവി വന്നത്. ആ അരുവിയിൽ നിന്ന് നമ്മൾ നേരെ തന്നെ പോവുക. നേരെ പോയി കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു വലിയ കയറ്റമൊക്കെ വരും കേട്ടോ. ആ ഒരു കയറ്റത്തിൽ കൂടി നമ്മൾ നേരെ ചെല്ലുന്നത് വീണ്ടും ഇതേപോലെ ഡാം പോലൊരു സ്ഥലത്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ചെറിയ വണ്ടികൾക്കൊക്കെ ഈ റോഡിൽ കൂടി വരാൻ പറ്റും കേട്ടോ. വലിയ വണ്ടികൾ മാത്രമല്ല, ചെറിയ വണ്ടികൾക്കെല്ലാം ഈ റോഡിൽ കൂടി വരാൻ പറ്റും. നമ്മൾ നമ്മുടെ സെഡാൻ കാറിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വലിയ പ്രശ്നങ്ങളോ, നല്ല രസമാണ് ഇതുവഴി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ നമ്മുടെ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. റോഡിലെ വെള്ളമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഒരു മല പോലുണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത് കടന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ ഒരു തടാകം പോലെ കാണാൻ പറ്റും കേട്ടോ. നല്ല നീല നീലെന്ന് മാത്രം പറയാൻ പറ്റില്ല, പച്ച കളർ അങ്ങനെ സമ്മിശ്രമായിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നല്ല ആഴമുള്ള വെള്ളമാണ്. ഇവിടെ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ആഴമുള്ള വെള്ളമാണ് കേട്ടോ. ഒരു സൈഡ് തൊട്ട് മറ്റേ സൈഡ് വരെ ഇങ്ങനെ കിടക്കുകയാണ് ഈ വെള്ളം. നമുക്ക് ഈ താഴെ ഇറങ്ങി ഈ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടികളുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കണ്ടോ, നല്ല ആഴമുണ്ട്. ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ആഴം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. സിക്ത് ഡാമിൻ്റെ തന്നെ വേറൊരു ഭാഗമാണെന്ന് തോന്നുന്നു. ഈ ഒരു ഡാമാണെന്ന് തോന്നുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്തും ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വന്ന നേരെ റോഡിൽ കൂടി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു ഭാഗം നമുക്ക് അപ്പുറത്തെ സൈഡിലും കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗം. ഈ ഒരു റോഡിൽ കൂടിയൊക്കെ സഞ്ചരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ പുല്ലിൻ്റെ ഒക്കെ നിറം കണ്ടില്ല, നല്ല യെല്ലോ കളറിൽ സൺസെറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊളിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ബൈ ബൈ.